ഫ്രണ്ട്സ്, വൈസ് അഗ്രിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എലന്തപ്പഴം കണ്ടിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതാണ് എലന്തപ്പഴം. ബെറാപ്പിള്, എലന്തപ്പഴം എന്നൊക്കെ പറയുന്നില്ലേ, അത്. ഇതൊരു മൂപ്പെത്തിയ എലന്തപ്പഴമാണ്. പിന്നെ ഇത് ഗ്രീൻ ആണ്. ഇത് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ കളറായിട്ട് വരും, കുറച്ച് റെഡ്. ഇതാണ് ആൾക്കാർ റെഡ് എലന്തപ്പഴം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഇനമാണ് ഇത്. പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. വലിയ മധുരമല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലൊരു സീഡ് ഉണ്ട്. ചെറിയൊരു സീഡാണിത്. പിന്നെ ഇത് പച്ച ടൈപ്പിലുള്ളതുണ്ട്. കായ കുറച്ച് വലിപ്പം വരും. അതിന്റെ റെഡ് കളർ എന്നൊക്കെ പറയുന്നില്ലേ ആൾക്കാർ, അതാണ് ഇത്. അപ്പൊ ഇത് പച്ചയാണ്, ഇപ്പൊ കണ്ടില്ലേ. ഇതും മധുരമുണ്ട്. ഇപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കാം. മധുരമുണ്ട്. പുളി തീരെ ഇല്ല ഇതിന്. പുളി തീരെ ഇല്ലാത്ത എലന്തപ്പഴമാണ് റെഡ്. പിന്നെ നിങ്ങൾക്ക് പറമ്പിലൊക്കെ വെക്കാം. വലിയ മരമൊന്നും ആകുന്നില്ല. പിന്നെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിൽ, ഡ്രമ്മിലൊക്കെ ഇത് വെക്കാൻ പറ്റുന്ന സാധനമാണ്. ചാണകപ്പൊടി, ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ ഇത് ഇഷ്ടം പോലെ കായ്ക്കും. അപ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. അത് നാടൻ തൈ ഉണ്ടല്ലോ, അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിന്റെ അടിഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നാടനായി ചെറിയ കായായിട്ട് വരുന്നില്ലേ, അതായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തൈകളൊന്നും കിട്ടുകയാണെങ്കിൽ എലന്തപ്പഴത്തിന്റെ ഈ സാധനം വാങ്ങി വെക്കുക. ഇത് ചെറുതാണ്, കായ കുറെ ചെറുതാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വലിയ കായ വരുമ്പോൾ കുറച്ച് മധുരം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഏകദേശം ഈ സാധനം നല്ല അടിപൊളിയാണ്. പഴുത്ത് കഴിഞ്ഞാൽ ഏകദേശം നല്ല കളറാണ്. ഓക്കെ, എന്നാൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.